ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഡ്രസ് മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. അവിടെയുള്ള എന്താ പറയുക വേണ്ടാത്ത സാധനങ്ങൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, കാരണം എക്സാമിൻ്റെ ടൈം ആയിട്ട് തീരെ നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഓരോ ബുക്ക് കട്ടിയായിട്ട് വെച്ച് ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എക്സാമിനേഷൻ ഓർഗനൈസ് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ദിവസം എന്താ വെച്ചാൽ ഓർഗനൈസിങ് ആണ്. നമ്മൾ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഓർഗനൈസ് ചെയ്ത് ഓരോ ഓർഗനൈസേഴ്സിലാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് ഒരു വോളിൽ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ഷെൽഫാണ് കേട്ടോ. ആ ഫോം ബോർഡ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് കാർഡ്ബോർഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതും അതേമാതിരി തന്നെ ഉണ്ടാക്കിയ ഓർഗനൈസറാണ് കാർഡ്ബോർഡ് വെച്ചിട്ട്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര സ്പേസ് സേവിങ് ആയിട്ടുള്ള ഒന്നാണ്. ഭയങ്കര ഹെൽപ്പാണ് ഉണ്ടാക്കാൻ, എന്നാലും നല്ല രീതിയിൽ സാധനങ്ങൾ അതിൽ കൊള്ളും ചെയ്യും. നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഞാൻ ഓരോ ഓർഗനൈസേഴ്സിലായിട്ട് ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ടേബിളിന് താഴത്തായിട്ടുള്ള ഒരു ഷെൽഫിലായിട്ട് ഇത് വെച്ച് വെക്കും കേട്ടോ. ഇത് ഒരു 3 ദിവസത്തെ ഒരു ടേബിൾ മേക്ക് ഓവറായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. അതേപോലെ മൂന്നാമത്തെ ദിവസത്തിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഓർഗനൈസേഴ്സിലായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. അപ്പം ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതേമാതിരത്തെ വീഡിയോസോ അല്ലെങ്കിൽ വേറെ വീഡിയോസിൻ്റെ ഐഡിയോസൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. നമുക്ക് ഓരോ ദിവസവും നോക്കിയിട്ട് വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ പറഞ്ഞ ഓരോ സജഷൻസൊക്കെ നമുക്ക് എന്തായാലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് താഴത്തെ ടേബിളിൻ്റെ താഴത്തെ ഷെൽഫിലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ അവിടെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഓർഗനൈസേഴ്സും അതേമാതിരി തന്നെ കുറച്ച് ബുക്സൊക്കെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തേർഡ് ഡേ ആണ് സെറ്റിംഗ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വാങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് പോസ്റ്റേഴ്സാണ്. ഞാനിത് മീഷോയിൽ മേടിച്ചാണ്. 100 സംതിങ് എത്രയോ ആണ് ഇതിലിപ്പോൾ ആയിട്ടുള്ളത്. അപ്പം അത് എന്താ വെച്ചാൽ നിങ്ങളൊരു ഓൺ ബഡ്ജറ്റ് ഒരു 200 ബിലോ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രസ് മേക്ക് ഓവേഴ്സൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് ഈ ഒരു വാൾ പോസ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി വാൾ പോസ്റ്റേഴ്സും അതേമാതിരി തന്നെ ഞാനിപ്പോൾ ഇതിൽ മറ്റേ മണി പ്ലാന്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ആർട്ടിഫിഷ്യൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മണി പ്ലാന്റും അതേമാതിരി തന്നെ ഈ ഒരു പോസ്റ്റർ വെച്ചിട്ട് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഔട്ട്ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 200 ഓൺ ബഡ്ജറ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പം ഞാൻ ഓരോ പോസ്റ്റേഴ്സായിട്ട് ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുള്ള് കോളായി കിടക്കണം കേട്ടോ അതെല്ലാം ഒട്ടിച്ചിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക വാൾ ഷെൽഫ് ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് അതേമാതിരി തന്നെ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുള്ളത് 4 പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതും നമുക്ക് ആ ഒരു ഷെൽഫിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും ഞാൻ 100 സംതിങ്ങിന് 150 സംതിങ്ങിന് വാങ്ങിയതാണ്. ഇതും നമ്മളെ ഡെക്കറേഷൻസിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി തന്നെ ഞാൻ നമ്മൾ സാധാ ക്യാൻഡിൽ ഒരുക്കിയിട്ട് ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കളറൊക്കെ ആഡ് ചെയ്തിട്ട്. അതും നമ്മളവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള 2 പ്ലാന്റ്സും കൂടി ആ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെക്കാം കേട്ടോ. ഈ രണ്ടാമത്തെ നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് പിന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല, പൊട്ടിയതല്ല, ജസ്റ്റ് ആ സെലോ ടേപ്പിന് അവിടെ നിന്ന് വിട്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കർട്ടൻസ് ആണ് ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ മേടിച്ച കർട്ടനാണ്, ഒരു നെറ്റ് ടൈപ്പ് കർട്ടനാണ് കേട്ടോ. അപ്പം നമുക്ക് കർട്ടൻ ഹാങ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഹുക്ക് വെച്ചിട്ട് ആ കയറൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് സെറ്റ്. പിന്നെ നമ്മൾ ചെറിയ തട്ടിക്കൂട്ടിൽ സെറ്റിംഗ് ആണ്. കയറൊന്നും കറക്റ്റായിട്ടുള്ള ഇതൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക ടേബിളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ കുറച്ച് വർക്ക് ചെയ്തതല്ല, അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളൊരു തുണി നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയത്, കുറച്ച് മാച്ചിങ് ആയിട്ടുള്ള. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടേബിളിലേക്ക് ഒരു ഓർഗനൈസർ വെക്കുന്നുണ്ട്. ഓർഗനൈസർ അല്ലെങ്കിൽ ബുക്ക് ഷെൽഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബുക്സ് അതേമാതിരി ഡയറി ജേണലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പെൻസും അതേമാതിരി പെൻസിൽസൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഗ്ലാസ് ജാർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു ചെറിയ ഓർഗനൈസറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് റേസറും അതേമാതിരി തന്നെ ഷാർപ്നേഴ്സൊക്കെ അതിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതേമാതിരത്തെ കുഞ്ഞു ഡെക്കർ ഐറ്റംസാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അപ്പം അതും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ആ ഷെൽഫൊക്കെ ഇങ്ങനെ ജസ്റ്റ് ആയ സമയത്ത് നമ്മൾ അങ്ങോട്ട് കൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ രാവിലെ ആയ സമയത്ത് ഞാനൊരു ഡ്രീം ക്യാച്ചും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെക്കാൻ വിട്ടു കേട്ടോ ഗൈസ്. അതും കൂടി വെച്ച് കൊടുത്തു. പിന്നെ ഇതൊക്കെയാണ് നമ്മളെ ലുക്ക്. അപ്പം നിങ്ങൾ എന്തായാലും റിസൾട്ട് കണ്ടോ.